നമസ്കാരം. ഒരു ഓണം കൂടി നമ്മൾ ആഘോഷിക്കുക. വളരെ അധികം സന്തോഷം മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരവസരമാണ് നമ്മുടെ ഓണം. കഴിഞ്ഞു പോയ ഒരു നല്ല കാലത്ത് ഒരു നല്ല ഭരണം ഉണ്ടായിരുന്നു എന്നും ആ ഭരണത്തിൽ എല്ലാവരും സംതൃപ്തരായിരുന്നു എന്നും ഒക്കെയുള്ള സങ്കല്പമാണ് ഓണം നമുക്ക് നൽകുന്നത്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ആസ്ഥാനമായി രാജ്യം ഭരിച്ചിരുന്ന ഒരു ചേര രാജാവായ ഇന്ദ്രസേനനാണ് നാം ഇന്ന് മാവേലി അല്ലെങ്കിൽ മഹാബലി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ദ്രസേനൻ ആരും അറിയില്ല. ആ രാജാവ് തൻ്റെ രാജ്യം ദാനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ വലിയ ത്യാഗം ചെയ്തപ്പോഴാണ് മഹാബലിയായി മാറുന്നത്. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വലിയ ത്യാഗമെന്നാണ്. യേശു 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് ക്രൂശിൽ മരണപ്പെട്ടപ്പോൾ, ക്രൂശിതനായപ്പോൾ ക്രിസ്തുവായ പോലെ ആ വലിയ ത്യാഗത്തിലൂടെ ഇന്ദ്രസേനൻ ഇല്ലാതാകുകയും മഹാബലിയെ നാം എല്ലാം ഓർത്തിരിക്കുകയും ചെയ്യും. ആ സ്മരണ പുതുക്കുന്ന ഓണം നമ്മുടെ ജീവിതത്തിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളാണ്. ഒരു പുതിയ വർഷത്തെ കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ മലയാളികൾ ആദ്യം നോക്കുന്നത് ഓണമെന്നാണെന്ന്. ക്രിസ്മസ് നമുക്കറിയാം, അത് മാറില്ല, ഡിസംബർ 25. അപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും മറ്റ് എന്ത് ഒരു ഉത്സവം, എന്ത് ആഘോഷമായാലും അതെല്ലാം നമ്മുടെ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഓണം നബിദിനം ആചരിക്കുകയുണ്ടായി. പ്രവാചകൻ്റെ ജന്മദിനവും മരണദിനവും വരുന്ന നബിദിനമായിരുന്നു ഇന്നലെ. പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? നമ്മൾ നന്മ ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിലൂടെ നമ്മളെ കാണിച്ചു തന്നതും മനുഷ്യന് നന്മ ചെയ്യാനും രോഗികളെയും ഇതായിട്ടിരിക്കുന്നവരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഓണം മുന്നോട്ട് വെക്കുന്ന സങ്കല്പവും. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഓണസദ്യ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മൾ വീടുകളിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഘോഷങ്ങൾ, ഓണമായാലും കല്യാണമായാലും എന്തായാലും അപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു സ്നേഹബന്ധം വളരുന്നുണ്ട്. മുൻപ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അന്ന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഭക്ഷണ സാധനങ്ങളുടെ ഈ ജാതീയതയും അയിത്തവനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ പേരുകൾ പോലും ഈ കീഴാളർക്ക് അരി എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കേരളം ഉണ്ടായിരുന്നു. ചോറ്, സദ്യ എന്നും പറയാൻ പറ്റാത്ത കേരളം ഉണ്ടായിരുന്നു. കരിക്കാടി എന്ന് പറയണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കേരളത്തിൽ നിന്ന് മാറിയാണ് നമ്മളിന്ന് സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സദ്യ ഉണ്ണുന്ന ഒരു കേരളമായി മാറുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഇന്ന് കാണുന്ന പല രോഗങ്ങൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾക്ക് കാരണം നമ്മുടെ ഭക്ഷണ രീതികളാണ്. പെട്ടെന്നുണ്ടാകുന്ന ബ്ലോക്കുകൾ, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഒരു വശത്ത് ഭക്ഷണ രീതികൾ നമ്മളെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നു, മറുവശത്ത് ഭക്ഷണം നമ്മൾ ഇതാക്കി കളയുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ഇൻഡെക്സ് പ്രകാരം 100 കോടി ഭക്ഷണമാണ് ഒരു വർഷം വേസ്റ്റായി ഭക്ഷണ കുപ്പത്തൊട്ടിയിലേക്ക് പോകുന്നതെന്നാണ്. ആ ഭക്ഷണം ഉണ്ടെങ്കിൽ 78 കോടി മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ പറ്റും. ലോകത്ത് ഓരോ മിനിറ്റിലും 4 പേര് പോഷക ആഹാര കുറവ് മൂലം മരണപ്പെടുത്തുന്നു. അപ്പോൾ ഒരു വശത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാൻ പാടില്ല എന്നുള്ളതും, ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ജീവനും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടിയുള്ളതും, അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഓണസദ്യ കഴിക്കുന്നു, അതേപോലുള്ള ആഘോഷങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി നമുക്ക് മനോഹരമായി ഈ ഓണം ആഘോഷിക്കാൻ പറ്റി, ഓണസദ്യ കഴിക്കാൻ പറ്റി. ഓണത്തിൻ്റെതായ എല്ലാ ആഘോഷങ്ങളിലും മറ്റ് കളികളിലും പൂക്കളമിടാനായാലും മറ്റ് വിവിധ സ്ഥലങ്ങളിലായാലും നമ്മളെല്ലാം ഇപ്പോൾ തന്നെ തിരുവോണം ആഘോഷിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ റെസിഡൻസിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല നാളിൻ്റെ, അതൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, കാർഷിക ജീവിത വൃത്തിയുടെ രീതിയുടെ ഭാഗമാണ്. അതങ്ങനെയാണ് നമ്മൾ ഇന്നും ഈ ചിങ്ങമാസം 10-ാം തീയതി ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെതായ എല്ലാ ആശംസകളും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.